ലോകത്തിലെ തന്നെ ഏറ്റവും ഗൗരവമേറിയ എന്നാൽ ഓരോ ഭാരതീയനും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇൻട്രസ്റ്റിംഗ് വിഷയമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ന്യൂക്ലിയർ വെപ്പൺ. ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ വരുന്നത് ഹിരോഷിമയും നാഗസാക്കിയുമാണ്. നമ്മൾ പല ഹോളിവുഡ് മൂവികളിലും കണ്ടിട്ടുണ്ട്, അമേരിക്കൻ പ്രസിഡന്റിന്റെ കൂടെ എപ്പോഴും ഒരു ബ്ലാക്ക് ബോക്സ് ഉണ്ടാകും. ന്യൂക്ലിയർ ഫുട്ബോൾ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഒരു ബട്ടൺ അമർത്തിയാൽ വേൾഡ് മൊത്തം ചാരമാക്കാൻ ഇതിന് പവറുണ്ട്. എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ ഈ ന്യൂക്ലിയർ ബട്ടൺ യഥാർത്ഥത്തിൽ ആരുടെ കയ്യിലാണ്? അത് പ്രസ് ചെയ്യാൻ ആർക്കാണ് അതോറിറ്റി ഉള്ളത്? സൈന്യത്തിന്റെ കയ്യിലാണോ അതോ ഏതെങ്കിലും സീക്രട്ട് ബങ്കറിൽ ഇരിക്കുന്ന ജനറലിന്റെ കയ്യിലാണോ? സത്യം പറഞ്ഞാൽ ഇന്ത്യയുടെ ഈ സിസ്റ്റം ലോകത്തിലെ തന്നെ ഏറ്റവും സങ്കീർണവും എന്നാൽ സുരക്ഷിതവുമായ ഒന്നാണ്. ഒരു വ്യക്തി വിചാരിച്ചാൽ മാത്രം ഇവിടെ ഒന്നും സംഭവിക്കില്ല. ഇതിന് പിന്നിൽ കൃത്യമായ ഒരു ശ്രേണിയുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റിയെ കുറിച്ചാണ്. ഓരോ ഇന്ത്യക്കാരനും അഭിമാനത്തോടെയും ഉത്തരവാദിത്തത്തോടെയും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണിവ. നമുക്കിതൊന്ന് വിശദമായി ഡീകോഡ് ചെയ്യാം. വെൽക്കം ടു ദി നൈൽ ഡീകോഡ്സ്. ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ത്യയുടെ ആണവായുധങ്ങൾ സൈന്യത്തിന്റെ നേരിട്ടുള്ള കൺട്രോളിലല്ല. അതായത് ഒരു മിലിറ്ററി ജനറലിനും സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ആണവ മിസൈൽ ലോഞ്ച് ചെയ്യാൻ കഴിയില്ല. ഇവിടെയാണ് ഭാരതത്തിന്റെ ഡെമോക്രാറ്റിക് വാല്യൂസ് പ്രകടമാകുന്നത്. നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാനിൽ ആണവായുധങ്ങളുടെ കൺട്രോൾ സൈന്യത്തിനാണ്. എന്നാൽ ഇന്ത്യയിൽ ഇത് പൂർണ്ണമായും ഒരു സിവിലിയൻ കൺട്രോളാണ്. അതായത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനാണ് ഇതിന്റെ ഫൈനൽ അതോറിറ്റി. ഇന്ത്യയുടെ ന്യൂക്ലിയർ സിസ്റ്റത്തെ നിയന്ത്രിക്കുന്നത് ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റിയാണ്. ഇതിന് പ്രധാനമായ 2 കൗൺസിലുകളുണ്ട്, പൊളിറ്റിക്കൽ കൗൺസിൽ ആൻഡ് എക്സിക്യൂട്ടീവ് കൗൺസിൽ. ഇന്ത്യയിൽ ഒരു ന്യൂക്ലിയർ അറ്റാക്കിന് പെർമിഷൻ നൽകാൻ അതോറിറ്റിയുള്ള ഒരേ ഒരു സമിതിയാണ് പൊളിറ്റിക്കൽ കൗൺസിൽ. പ്രധാനമന്ത്രിയാണ് ഇതിന്റെ ഹെഡ്. ഇതിൽ സീനിയർ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും ഉണ്ടായിരിക്കും. ഒരു വാർ സിറ്റുവേഷനിൽ ആണവായുധം ഉപയോഗിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഇവർ മാത്രമാണ്. ഈ തീരുമാനങ്ങൾ എടുക്കുവാൻ പൊളിറ്റിക്കൽ കൗൺസിലിനെ സഹായിക്കുന്നവരാണ് എക്സിക്യൂട്ടീവ് കൗൺസിൽ. ഇതിന്റെ ഹെഡ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആണ്. സാഹചര്യങ്ങൾ വിലയിരുത്തുവാനും പൊളിറ്റിക്കൽ കൗൺസിലിന് ആവശ്യമായ ഡാറ്റയും നിർദ്ദേശങ്ങളും നൽകുന്നതും ഇവരാണ്. ഓർഡർ വന്നാൽ അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നതും ഈ സമിതിയാണ്. പൊളിറ്റിക്കൽ കൗൺസിൽ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കലായി നടപ്പിലാക്കുന്നത് സൈന്യത്തിലെ സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡ് എന്ന ഒരു സ്പെഷ്യൽ വിങ് ആണ്. നമ്മുടെ പക്കലുള്ള മിസൈലുകൾ, ആണവ പോർമുനകൾ വഹിക്കാൻ ശേഷിയുള്ള ഫൈറ്റർ ജെറ്റുകൾ, അന്തർവാഹിനികൾ എന്നിവയെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നതും റെഡിയാക്കി നിർത്തുന്നതും ഇവരാണ്. എന്നാൽ പൊളിറ്റിക്കൽ കൗൺസിലിൽ നിന്നുള്ള അതീവ രഹസ്യമായ ഓതന്റിക്കേഷൻ കോഡ്സ് ലഭിക്കാതെ SFCക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതായത് ലോകാവസാനം വന്നാൽ പോലും ശരിയായ ഉത്തരവില്ലാതെ ഒരു മിസൈൽ പോലും അതിന്റെ ലോഞ്ചറിൽ നിന്ന് ചലിക്കില്ല. അതുപോലെ തന്നെ ഒരു രാജ്യം ന്യൂക്ലിയർ പവറായി മാറണമെങ്കിൽ അതിന് 3 വഴികളിലൂടെ അറ്റാക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം. ഇതിനെയാണ് ന്യൂക്ലിയർ ട്രയാഡ് എന്ന് വിളിക്കുന്നത്. ഇന്ത്യ ഈ നേട്ടം കൈവരിച്ച ചുരുക്കം രാജ്യങ്ങളിൽ ഒന്നാണ്. അതിൽ കരയിൽ നമ്മുടെ അഗ്നി മിസൈലുകൾ, പ്രത്യേകിച്ച് അഗ്നി 5, 5000 കിലോമീറ്ററിന് മുകളിൽ റേഞ്ചുള്ള ഈ മിസൈൽ ഏഷ്യയുടെ ഏതു ഭാഗത്തും ഹിറ്റ് ചെയ്യാൻ കേപ്പബിൾ ആണ്. അതുപോലെ എയർഫോഴ്സിന്റെ മിറാഷ് 2000, സുഗോയ് 30 എന്നീ നമ്മുടെ കരുത്തായ റീഫെയിൽ, ഇവയെല്ലാം ആണവായുധങ്ങൾ ക്യാരി ചെയ്യാൻ പാകത്തിൽ മോഡിഫൈ ചെയ്തവയാണ്. നേവിയിലാകട്ടെ ഇത് വളരെ ക്രൂഷ്യലാണ്. ഇന്ത്യയുടെ INS അരിഹന്ത് ക്ലാസ് സബ്മറൈനുകൾ. എനിമീസ് നമ്മുടെ കരയിലെയും വായുവിലെയും ആയുധങ്ങൾ തകർത്താൽ പോലും കടലിന്റെ ആഴങ്ങളിൽ ഒളിച്ചിരിക്കുന്ന ഈ സബ്മറൈനുകൾക്ക് ശത്രുവിനെ നശിപ്പിക്കാൻ കഴിയും. ഇതിനെയാണ് സെക്കൻഡ് സ്ട്രൈക്ക് കാപ്പബിലിറ്റി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ന്യൂക്ലിയർ പോളിസി വളരെ ക്ലിയർ ആണ്. ഇന്ത്യ ഒരിക്കലും ഒരു രാജ്യത്തിന് നേരെയും ആദ്യം ആണവായുധം പ്രയോഗിക്കില്ല. പക്ഷേ ആരെങ്കിലും നമ്മളെ അറ്റാക്ക് ചെയ്താൽ തിരിച്ചു നൽകുന്ന പണി അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും. ഇന്ത്യ ഒരു ആണവ ശക്തിയാണ് എന്നത് നമുക്ക് അഭിമാനിക്കാം. എന്നാൽ ആ പവർ എത്രമാത്രം റെസ്പോൺസിബിൾ ആയിട്ടാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് എന്നത് അതിലേറെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇന്ന് പീസ്ഫുള്ളായി ഉറങ്ങുന്നത് ബോർഡറിൽ കാവൽ നിൽക്കുന്ന ജവാന്മാരും അതിശക്തമായ ഈ ഡിഫൻസ് സിസ്റ്റവും ഉള്ളതുകൊണ്ടാണ്. ഭാരതത്തിന്റെ ന്യൂക്ലിയർ ബട്ടൺ ഒരു വ്യക്തിയുടെ കയ്യിലല്ല, മറിച്ച് നമ്മുടെ ഡെമോക്രസിയുടെ സേഫായ ഒരു സിസ്റ്റത്തിനുള്ളിലാണ്. സമാധാനം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ 1 ഇഞ്ച് മണ്ണ് പോലും വിട്ടുകൊടുക്കില്ല എന്ന ദൃഢനിശ്ചയവും നമുക്കുണ്ട്.
ഇന്ത്യയുടെ ഈ ഡിഫൻസ് സ്ട്രെങ്ത്തിനെ കുറിച്ച് ഓരോ പൗരനും അറിഞ്ഞിരിക്കണം. ഇതുപോലെ ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി നയൽ ഡീകോഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.